നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടം ലോകത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. ഈ അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു. ബുധനാഴ്ച US സമയം രാത്രി 9:30ഓടെയാണ് അമേരിക്കൻ എയർലൈൻസിന്റെ യാത്രാ വിമാനവും അമേരിക്കൻ സൈന്യത്തിന്റെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചത്. വിമാനത്തിൽ 64 പേരും ഹെലികോപ്റ്ററിൽ 3 സൈനികരുമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 27 പേരുടെ മൃതദേഹങ്ങൾ നദിയിൽ നിന്ന് കണ്ടെത്തി. റീഗൻസ് നാഷണൽ എയർപോർട്ടിന് സമീപത്താണ് അപകടമുണ്ടായത്. കാൻസാസിലെ വിച്ചിറ്റയിൽ നിന്നും പുറപ്പെട്ട ചെറുവിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഉഗ്രസ്ഫോടനത്തോടെ വിമാനം സമീപത്തെ പോട്ടാമക് നദിയിലേക്ക് പതിച്ചു. 2009 ശേഷം രാജ്യത്തുണ്ടാകുന്ന വലിയ വിമാന അപകടമാണ് ഇത്. അപകടത്തിന്റെ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ബുധനാഴ്ച രാത്രി വാഷിംഗ്ടൺ DCക്ക് സമീപമാണ് വാണിജ്യ ജെറ്റ് വിമാനവും അമേരിക്കൻ സേനയുടെ ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ച് നദിയിൽ തകർന്നു വീണത്. അപകടത്തിൽ ആരും രക്ഷപ്പെട്ടില്ല. 64 യാത്രക്കാരുണ്ടായിരുന്നു. തണുത്തുറഞ്ഞ പൊട്ടാമക് നദിയിൽ രാവിലെ മുതൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി. വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ ചിലർ ഈ മാസം നാഷണൽ ഫിഗർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്ന വിജിറ്റയിൽ നിന്ന് കാൻസാസിലേക്ക് പോവുകയായിരുന്ന ഫിഗർ സ്കേറ്റർമാരായിരുന്നു. റഷ്യൻ ഫിഗർ സ്കേറ്റർമാരും യാത്രക്കാരിൽ ഉൾപ്പെട്ടതായി ക്രെംലിൻ അറിയിച്ചു. രാത്രി ആകാശം മേഘരഹിതമായിരുന്നു. വിമാനവും ഹെലികോപ്റ്ററും സാധാരണ ഫ്ലൈറ്റ് പാത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് ഗതാഗത സെക്രട്ടറി അറിയിച്ചു. US ആർമിയുടെ സിക്കോസ്കി UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 3 ക്രൂ അംഗങ്ങളും ഉണ്ടായിരുന്നു. ഫോർട്ട് ബെൽവയറിൽ ഡാവിസൺ ആർമി എയർഫീൽഡിൽ നിന്ന് പരിശീലന യാത്രയ്ക്ക് പുറപ്പെട്ടതായിരുന്നു ഹെലികോപ്റ്റർ. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. എല്ലാവരുടെയും മനസ്സുലച്ച ദുരന്തമാണ് തലസ്ഥാനത്ത് നടന്നതെന്നും അപകടം ഒഴിവാക്കാനാകുമായിരുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹെലികോപ്റ്ററിന് വിമാനത്തെ നന്നായി കാണാനാകുമായിരുന്നുവെന്നും വളരെ ചെറിയ ഒരു സമയപരിധിയിൽ പൈലറ്റിന് തീരുമാനമെടുക്കാൻ കഴിയണമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഈ ദുരന്തം നടക്കാൻ പോവുകയാണെന്ന് എയർ ട്രാഫിക് നിയന്ത്രണ കേന്ദ്രത്തിൽ ഇരുന്നവർക്ക് മനസ്സിലായെങ്കിൽ അവരും ഉടൻ നടപടി എടുക്കണമായിരുന്നു. മാത്രമല്ല, ജോ ബൈഡൻ ഉൾപ്പെടെ മുൻ പ്രസിഡന്റുമാരുടെ നയങ്ങളെ ട്രംപ് വിമർശിച്ചു. ഹെലികോപ്റ്ററും വിമാനവും വിപരീത ദിശയിൽ ഒരേ ഉയരത്തിലായിരുന്നു. ആ ഉയരത്തിൽ നിന്ന് ഹെലികോപ്റ്ററിനെ മാറ്റാൻ നടപടി വേണ്ടിയിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഉചിതമായ തീരുമാനം അതിവേഗം കൈക്കൊള്ളാൻ മാനസികമായ ശേഷിയുള്ളവർ തലപ്പത്തുണ്ടാകണം. എയർ ട്രാഫിക് കൺട്രോളിൽ ഇരിക്കുന്നവർ ജീനിയസുകളായിരിക്കണമെന്നും ട്രംപ് പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.